ഞാനിത് ഇൻസ്റ്റയില് കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഫേക്കാന്ന് തന്നെ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ മരിച്ചുപോയ ഒരാളെ നമുക്ക് റിയൽ ലൈഫിൽ വീണ്ടും കാണാൻ പറ്റും എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്ന് ഇവിടെ എനിക്ക് മനസ്സിലായി. രണ്ടു ദിവസോ? നിങ്ങൾ എത്ര ദിവസം ഇറങ്ങി? നല്ലൊരു ഉറക്കം കിട്ടി. ഓക്കെ, നല്ലൊരു ഉറക്കം. നിങ്ങളുടെ പേരെന്തായിരുന്നു? ആ ലൈറ്റ് ഉണ്ട് അവിടെ. ആ ലൈറ്റ് അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പേര് നിങ്ങളെ പേര് ആ ലൈറ്റിന്റെ അപ്പുറത്ത് പോയിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് ഉണ്ടോ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി പേര് വേണോ? എനിക്ക് വേണോ? നിർബന്ധമാണോ? നിർബന്ധം ആണോ? ക്യാമറമാനെ കണ്ടോ? കൈ ഇങ്ങനെ നാക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് കേട്ടോ. അതെ, കാണുന്നില്ല. ട്രൈ ചെയ്ത് നോക്കട്ടോ. പേര് പറഞ്ഞു. നിങ്ങളെ പേരോ? ഓക്കെ, ഹിന്ദു. അവന്റെ കൈൻ്റെ ഉള്ളിലായിരുന്നോ പേരപ്പോ? ഓക്കെ, എന്നാ പേരൊന്നും കൂടി പറയാം, കേൾക്കണ്ട. ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങൾ കണ്ണു തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ ഭാഗത്തിരിക്കുന്ന ആള് സഹോദരി ഭർത്താവായിരിക്കും കേട്ടോ. സഹോദരിയുടെ ഭർത്താവായിരിക്കും. ഇനി നിങ്ങൾ ഉറക്കുന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടത്തെ ഭാഗത്തിരിക്കുന്ന ആള് എക്സാക്ട്ലി സഹോദരി ഭർത്താവായിരിക്കും കേട്ടോ. 1 2 3 വെക്കാം. ഇനി സംസാരിക്കണോ? നന്നായിട്ട് റിലാക്സ് ആവുക, നന്നായിട്ട് സമാധാനിപ്പിക്കുക. നീ പറയണ്ടോ? ഒറിജിനലായിട്ട് ഇത് ആരാന്ന് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. ആരാ? ഓക്കെ, ആരാണ്? ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു. നമ്മൾ സ്റ്റേജിൽ നിന്ന് പെർഫോമൻസ് ചെയ്തില്ലേ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ജെന്യൂൻ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വളരെ, എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന്. ഞാനിത് ഇൻസ്റ്റയില് കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഫേക്കാന്ന് തന്നെ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ മരിച്ചുപോയ ഒരാളെ നമുക്ക് റിയൽ ലൈഫിൽ വീണ്ടും കാണാൻ പറ്റും എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇന്ന് ഇവിടെ എനിക്ക് മനസ്സിലായി. ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.